ഐതിഹ്യമാല അധ്യായം 14. പാമ്പറമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ. ഈ ഉപ്പുമാങ്ങ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണെങ്കിലും ഇതിന് അനന്യസാധാരണമായ ഈ വിശേഷമുണ്ടാകുവാനുള്ള കാരണം മേൽപ്പറഞ്ഞ ഭരണയുടെ ആഗമവും കേട്ടിട്ടുള്ളവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ അവയെ ചുരുക്കത്തിൽ ചുവടെ വിവരിക്കാം. പാണ്ടംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷിലാണ്. ഇപ്പോൾ ഇവിടെ സാമാന്യം ധനപുഷ്ടിയുണ്ടെങ്കിലും ആ തറവാട് മുമ്പൊരു കാലത്ത് വളരെ ദാരിദ്ര്യമുള്ളതായിരുന്നു. നിത്യവൃത്തിക്ക് പോലും യാതൊരു നിവൃത്തിയുമില്ലാതെ വളരെ വിഷമിച്ചുകൊണ്ടിരുന്നതാണ് ഇരുന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ചീനത്തുകാരൻ, ഒരു കപ്പൽ കച്ചവടക്കാരൻ, അവന്റെ കപ്പലിൽ വിലപിടിച്ച അനേകം സാമാനങ്ങൾ കയറ്റിക്കൊണ്ട് കച്ചവടത്തിനായി പുറപ്പെട്ടു. ദൈവഗത്യ മധ്യമാർഗം ആ കപ്പൽ ഉടഞ്ഞുപോയതിനാൽ അതിലുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും നഷ്ടപ്പെട്ടുപോയി. കപ്പലിലുണ്ടായിരുന്ന അനേകം ജനങ്ങളും ചരമഗതിയെ പ്രാപിച്ചു. ചിലരെല്ലാം പത്തേമേറികളായിട്ടും നീന്തിയും മറ്റും കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ കപ്പലിന്റെ ഉടമസ്ഥനും ഒരു പത്തേമാരിയിൽ കയറി കൈവശം കിട്ടിയ 10 ചിനഭരണികളും അതിൽ കയറ്റി ഒരുവിധം കരയ്ക്കെടുത്ത് കണ്ട് ഒരു ഗ്രഹത്തിലേക്ക് ചെന്നു. അത് സാക്ഷാൽ പാണ്ടംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലമായിരുന്നു. അന്ന് ആ ഇല്ലം വളരെ ചെറിയതും ഉള്ളത് തന്നെ പഴക്കം കൊണ്ടും സാമാന്യം പോലെ കെട്ടി സൂക്ഷിക്കുകയാൽ വീണടഞ്ഞും മഹാമോശവുമായിരുന്നു. ഈ കച്ചവടക്കാരൻ മുറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ആരാ ഉള്ളത്, ഇവിടെ ഒന്ന് കാണട്ടെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ ഗൃഹസ്ഥനായ ഭട്ടതിരിക്കും അന്തർജനത്തിനും 4-5 കിടാങ്ങൾ കൂടി ഇരുനാഴി അരിയിട്ട് കഞ്ഞി വെച്ചുണ്ടാക്കി ഗൃഹസ്ഥൻ കഞ്ഞി കുടിക്കുവാനായി ഇരിക്കുവാൻ ഭാവിക്കുകയായിരുന്നു. കച്ചവടക്കാരൻ വിളിക്കുന്നത് കേട്ട ഉടനെ ഭട്ടതിരി പുറത്തേക്ക് വന്നു. അപ്പോൾ കച്ചവടക്കാരൻ, ഞാൻ ചീനത്തുകാരനായ ഒരു കപ്പൽ കച്ചവടക്കാരനാണ്. എൻ്റെ കപ്പൽ ഛേദം വന്നുപോയി. കൂടെ ഉണ്ടായിരുന്ന വേലക്കാരുമൊക്കെ മരിച്ചുപോയി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ എനിക്ക് ഭക്ഷിക്കുവാൻ വല്ലതും തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇപ്രകാരം ആ കച്ചവടക്കാരൻ്റെ ദീനവചനങ്ങളെ കേൾക്കുകയും പരാമർശത്തെ കാണുകയും ചെയ്തിട്ട് ആർദ്ര മനസ്സായി ഭാവിച്ച ആ ഭട്ടതിരി ഉടനെ അകത്തേക്ക് പോയി ആ ഉണ്ടായിരുന്ന കഞ്ഞി എടുത്തുകൊണ്ട് വന്ന് കച്ചവടക്കാരന് വിളമ്പിക്കൊടുത്തു. കച്ചവടക്കാരൻ കഞ്ഞികൂടി കഴിഞ്ഞതിന് ശേഷം ഭട്ടതിരിയോട്, അവിടുന്ന് ഇപ്പോൾ എനിക്ക് കഞ്ഞി തന്നുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇതുകൊണ്ട് എൻ്റെ പ്രാണരക്ഷ ചെയ്യുകയാണ് ചെയ്തത്. ഈ കഞ്ഞിയുടെ സ്വാദ് ഞാൻ ചത്താലും മറക്കുന്നതല്ല. ഈ ഉപകാരത്തിന് തക്കതായ പ്രതിഫലം ഇരുന്നാൽ ഞാൻ ശക്തനല്ല. എങ്കിലും ഞാൻ സ്വദേശത്തേക്ക് പോയി തിരിച്ചു വരുവാൻ സംഗതിയാണെങ്കിൽ എൻ്റെ ശക്തിക്ക് തക്ക പ്രതിഫലം ഞാൻ തരും. പോരാത്തത് ദൈവവും അവിടേക്ക് തന്നുകൊള്ളുമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്കിനി ഇവിടുന്ന് ഒരു സഹായം കൂടി ചെയ്തു തരണം. എന്തെന്നാൽ എൻ്റെ സാമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എങ്കിലും 10 ചീനഭരണി കേടുകൂടാതെ കെട്ടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വരുന്നത് വരെ അവ ഇവിടെ വെച്ച് സൂക്ഷിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭട്ടതിരി, ഇവിടെ സ്ഥലം ചുരുക്കമാണ്, എങ്കിലും ഉള്ള സ്ഥലം കൊണ്ട് സൂക്ഷിച്ചു തരാം. ഭരണിയിൽ വിലപിടിപ്പുള്ള സാധനമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുവാൻ പാടില്ല. ഇല്ലമൊട്ടും ഉറപ്പില്ലാത്തതാണ്. ഇങ്ങനെ പറഞ്ഞു. കച്ചവടക്കാരൻ പറഞ്ഞു, വിലപിടിപ്പുള്ള സാമാനങ്ങളൊന്നുമില്ല. അതിലൊക്കെ തുവരിപ്പരിപ്പ് നിറച്ചു വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഭട്ടതിരി ചോദിച്ചു. എന്നാൽ വിരോധമില്ല. ഉടനെ കച്ചവടക്കാരൻ ഭരണികളിൽ 10 അടച്ചുകെട്ടി മുദ്ര വെച്ച് എടുപ്പിച്ച് ഇല്ലത്തെ പുരയ്ക്കകത്തേക്ക് കൊണ്ടുചെന്ന് വെപ്പിച്ച് ഭട്ടതിരിയോട് യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ കുറഞ്ഞൊരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ ഇല്ലത്തുള്ളവർക്ക് ഭക്ഷണത്തിന് യാതൊരു നിവൃത്തിയുമില്ലാതെ വന്നുകൂടി. ഉച്ച തിരിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാം വിശപ്പ് സഹിക്കാൻ പാടില്ലാതെ കരഞ്ഞുകൊണ്ട് കിടന്നുണ്ട്. ഗൃഹസ്ഥനും അന്തർജനവും വിശപ്പ് കൊണ്ട് കിടാങ്ങട പരാവശ്യം കണ്ടിട്ടും ആകപ്പാടെ വളരെ വിഷണ്ണരായി തീർന്നു. അപ്പോൾ അന്തർജനം ചോദിച്ചു, ചീനത്തുകാരൻ്റെ ആ ഭരണികളിൽ തുവരിപ്പരിപ്പാണെന്നല്ലേ പറഞ്ഞത്? നമുക്കൊരു ഭരണിയിൽ നിന്ന് കുറച്ച് പരിപ്പരുത്ത് വെച്ച് ഈ കുട്ടികൾക്ക് കുറേശ്ശെ കൊടുത്തെങ്കിലോ? ഇപ്പോൾ ഇവർക്ക് എന്തു കൊടുത്താലും നിന്നോളും. ഇവർ അത്രയ്ക്ക് വിഷമിച്ചു. നമുക്കൊന്നുമില്ലെങ്കിൽ വേണ്ട. ഒന്നും അറിയാത്തതായിട്ടല്ലാതെ ഈ കുട്ടികൾക്ക് ഇനിയും ഒന്നും കൊടുക്കാത്തത് കഷ്ടമല്ലേ? നേരം 10 നാഴികപ്പകലായില്ലേ എന്ന് പറഞ്ഞു. ഭട്ടതിരി പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്കും വിശപ്പ് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. അവിടെയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എങ്കിലും മറ്റൊരാൾ നമ്മെ വിശ്വസിച്ച് സൂക്ഷിക്കുവാനായി വെച്ചിരിക്കുന്ന സാമാനം ഉടമസ്ഥന്റെ അനുവാദം കൂടാതെ നാം എടുക്കുന്നത് ശരിയാണ്. മരിച്ചാലും വിശ്വാസവഞ്ചന ചെയ്യരുത്. അന്തർജനം ഈ കുട്ടികളുടെ പ്രാണരക്ഷയ്ക്കായിട്ട് അതിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്താൽ നമുക്കൊരു പരപ്പവും വരികയില്ല. പിന്നെ ആ കച്ചവടക്കാരൻ വരുമ്പോഴേക്കും അത്രയും പരിപ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അതിലേക്ക് നിറച്ചിട്ട് വെക്കാം പറയുന്നു. അതിലെങ്കിലും നമ്മുടെ പരമാർത്ഥം പറഞ്ഞാൽ അവനൊരു വിരോധവും തോന്നുകയില്ല. അവനും ഒരു മനുഷ്യനല്ലേ. വിശന്നാലുള്ള ദന്തം അവനും അറിഞ്ഞുകൂടുന്നുണ്ടെന്നുണ്ടോ? എന്തിനു വളരെയേറെ പറയുന്നു. ഇങ്ങനെ വളരെ നേരത്തെ വാഗ്വാദം കഴിഞ്ഞ് അതിനുശേഷം ഭട്ടതിരി ഒരു ഭരണി അഴിച്ചു.
കുറെ പരിപ്പെടുക്കുകയും ചെയ്തുവെന്ന് തീർച്ചപ്പെടുത്തി. പുരയ്ക്കകത്ത് ചെന്ന ഒരു ഭരണിയുടെ മുദ്ര പൊട്ടിച്ച് കെട്ടഴിച്ച് ഭരണിക്കകത്ത് കൈയിട്ട് പരിപ്പ് വാരിയെടുത്തു. ഉടനെ അത് തൂരപ്പരിപ്പ് മാത്രമല്ലെന്ന് തോന്നുകയാൽ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അത് തൂരിപ്പരിപ്പും ചില സ്വർണ്ണ നാണയങ്ങളുമായിരുന്നു. പിന്നെ പുരയ്ക്കകത്ത് ഇരുട്ടായതിനാൽ ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ ഭരണി നിറച്ച് സ്വർണ്ണ നാണയങ്ങളിട്ട് മീതെ മാത്രം കുറച്ച് തൂരപ്പരിപ്പിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായി. 10 ഭരണങ്ങളും പരിശോധിച്ചപ്പോൾ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. 9 ഭരണികളും അദ്ദേഹം പൂർവ്വസ്ഥിതിയിൽ തന്നെ അടച്ചു കെട്ടി മുദ്രയിട്ട് വെച്ചു. ഒരു ഭരണയിൽ നിന്ന് 1 പവൻ എടുത്തുകൊണ്ടുപോയി വിറ്റ് കുറെ അരിയും കറിക്കോപ്പുകളും അശേഷം പണവും വാങ്ങി ഇല്ലത്ത് വന്നു. ഉടനെ അന്തർജനം എല്ലാം വെച്ചുണ്ടാക്കി കുട്ടികൾക്ക് ചോറ് കൊടുത്തു. പിന്നെ ആ ദമ്പതിമാരും ഊണ് കഴിച്ചു. ഇങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഭട്ടതിരി വിചാരിച്ചു, ഏതെങ്കിലും വിശ്വാസവഞ്ചന ചെയ്യുമെന്നുള്ളത് ഇവിടെ കഴിഞ്ഞു. ഇനിയും ഈ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല. അതിനാൽ ഇനി സുഖമായിട്ടിരിക്കുവാനുള്ള മാർഗം നോക്കണം. ആ കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിച്ചുവെങ്കിൽ എല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ച് നിശ്ചയിച്ചിട്ട് ആ ഭരണിയിൽ നിന്ന് ഏതാനും ദ്രവ്യമെടുത്ത് അധിക കേമമായി 8 കെട്ടോടും മാളികയോടും കൂടി ഒരില്ലം പണിയിച്ചു. ശേഷം ആ ഭരണിയിലുണ്ടായിരുന്ന മുതലിന് വസ്തുക്കളും ഭരണപാത്രങ്ങളാൽ ശേഷം മുതലായവയും സമ്പാദിച്ചു. അങ്ങനെ കുറച്ചു ദിവസം കൊണ്ട് അദ്ദേഹം ഒരു വലിയ ദ്രവ്യസ്ഥനായി തീർന്നു. പരമാനന്ദമായി സകല ചെലവും കഴിച്ച് പ്രതിവത്സരം 12,000 രൂപ മിച്ചമുണ്ടായി തുടങ്ങി. ആ മിച്ചം വരുന്ന മുതലിന് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി താനെടുത്ത ഭരണി നിറച്ചു തുടങ്ങി. അങ്ങനെ 5-8 കൊല്ലം കൊണ്ട് അദ്ദേഹം ആ ഭരണി പൂർവ്വസ്ഥിതിയിൽ നിറച്ച് അടച്ചുകെട്ടി മുദ്രയിട്ട് വെച്ചു. പിന്നെ ആ 10 ഭരണികളുടെ വലിപ്പത്തിൽ 1 വാതി വീതം വലിപ്പമുള്ള 10 ഭരണികൾ കൂടി അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അവയിലും സ്വർണ്ണ നാണയങ്ങൾ നിറച്ച് അവയും അടച്ചുകെട്ടി മുദ്രയിട്ട് വെച്ചു. അപ്പോഴേക്കും ആ കച്ചവടക്കാരൻ വേറെ ഒരു കപ്പലിൽ സാമാനങ്ങളും കയറ്റിക്കൊണ്ട് ആ ദിക്കിൽ വന്നെടുത്തു. അപ്പോൾ അവൻ പോയിട്ട് 12 കൊല്ലം കഴിഞ്ഞിരുന്നു. അവൻ കരയ്ക്കിറങ്ങി താൻ ഭരണികൾ സൂക്ഷിക്കാൻ വെച്ചിരുന്ന ഇല്ലം അന്വേഷിച്ച് പുറപ്പെട്ടു. ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ ഇല്ലത്തിൻ്റെ സ്വഭാവം ആകപ്പാടെ മാറിക്കണ്ടതുകൊണ്ട് അവന് വളരെ സംശയമായി തീർന്നു. പിന്നെ ചിലരോട് ചോദിച്ചപ്പോൾ ആ ഇല്ലം ഇതുതന്നെയാണെന്നും ഈയിടെ പുത്തനായി പണി കഴിപ്പിച്ചതാണെന്നും ഭട്ടതിരിക്ക് ഒരു നിധി കിട്ടിയതിനാലാണ് ദാരിദ്ര്യമൊക്കെ തീർന്നതെന്നും ഇപ്പോൾ അവിടെ സ്വത്ത് ധാരാളമായി പോയി എന്നും മറ്റും പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി കിട്ടിയെന്ന് പറയുന്നത് ബോഷ്കാണെന്നും ഇതെല്ലാം തൻ്റെ ഭരണയിലുണ്ടായിരുന്ന മുതൽ കൊണ്ട് സമ്പാദിച്ചതാണെന്നും കച്ചവടക്കാരൻ തീർച്ചപ്പെടുത്തി. ഈ സ്ഥിതിക്ക് തൻ്റെ മുതൽ കിട്ടുന്ന കാര്യം പൂജ്യം തന്നെയെന്ന് അവൻ നിശ്ചയിച്ചു. എങ്കിലും ഭട്ടതിരിയെ കണ്ടൊന്ന് ചോദിച്ചേക്കാം, തരുന്നുവെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ച് ആ കച്ചവടക്കാരൻ ഇല്ലത്ത് ചെന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ തിരുമേനി ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി മാളുകളിൽ ഇരിക്കുകയായിരുന്നു. കച്ചവടക്കാരൻ്റെ ഒച്ച കേട്ടപ്പോൾ ആളറിയുകയാൽ ഉടനെ അദ്ദേഹം താഴെ ഇറങ്ങി വന്നു. കച്ചവടക്കാരനെ വളരെ ആദരവോടുകൂടി വിളിച്ച് തൻ്റെ പടിപ്പുര മാളികയിൽ കൊണ്ടുചെന്ന് കസേര കൊടുത്തിരുത്തി. താനും ഇരുന്നിട്ട് കുശലപ്രശ്നാദികളെയെല്ലാം ചെയ്തു. പിന്നെ ആ കച്ചവടക്കാരനും കൂടെ വന്നിരിക്കുന്നവർക്കും അതികേമമായ ഒരു വിരുന്ന് സൽക്കാരവും കഴിച്ചതിന് ശേഷം ഭട്ടതിരി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിക്കുവാനായി വെച്ചിരുന്ന മുതലിൽ നിന്ന് സ്വല്പം എടുത്ത് ചില കൈകാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യുവാൻ സംഗതിയായത് എൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ ശക്തി നിമിത്തമാണ്. എങ്കിലും എൻ്റെ പ്രവൃത്തി ന്യായവിരോധമായിട്ടുള്ളതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ തെറ്റിനെ നിങ്ങൾ ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുതൽ പലിശയോടുകൂടി ഇവിടെ തയ്യാറുണ്ടായതാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം കച്ചവടക്കാരൻ്റെ 10 ഭരണികളും അതോടുകൂടി താൻ ശേഖരിച്ചു വെച്ചിരുന്ന ചെറിയ ഭരണികളും 10 എടുപ്പിച്ച് പുറത്തു വരുത്തിച്ചു. അപ്പോൾ കച്ചവടക്കാരൻ, ഞാനിവിടെ 10 ഭരണി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ഭരണികൾ എൻ്റെ വകയല്ല. ഇതിൻ്റെ കൂടി അതുകൂടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. ഭട്ടതിരി പറഞ്ഞു, നിങ്ങൾ ഈ മുതൽ ഇവിടെ ഏൽപ്പിച്ചിട്ട് 12 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. മുതലിന് അരവാശി പലിശ കൂട്ടിത്തരേണ്ടതാണല്ലോ. കച്ചവടക്കാരൻ പറഞ്ഞു, സൂക്ഷിക്കുവാൻ തന്ന മുതലിന് സൂക്ഷിപ്പ് കൂലി അങ്ങോട്ട് തരികയല്ലാതെ പലിശ ഇങ്ങോട്ട് വാങ്ങുക ന്യായമല്ല. അതിനാൽ ഈ പലിശ ഞാൻ വാങ്ങുന്നതല്ല. ഭട്ടതിരി പറഞ്ഞു, എനിക്കിപ്പോൾ കൊല്ലത്തിൽ ചെലവ് കഴിച്ച് 12,000 കുറയാതെ ഉറപ്പിക്കാം ബാക്കി കിട്ടുന്നുണ്ട്. അത്രയ്ക്കുള്ള വസ്തുക്കളും ഈ കാണുന്ന ഇല്ലവും എന്നു വേണ്ട എൻ്റെ സർവസ്വവും നിങ്ങളുടെ മുതം കൊണ്ടുണ്ട് ഉണ്ടാക്കിയതാണ്. അനുവാദം കൂടാതെ നിങ്ങളുടെ മുതലെടുത്ത് കൈകാര്യം ചെയ്തതിനായി ഒരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും ഈ ചെറിയ ഭരണികൾ കൂടി നിങ്ങൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ എനിക്ക് വളരെ വ്യസനമാണ്. കച്ചവടക്കാരൻ പറഞ്ഞു, ഞാനിവിടെ കൊണ്ടുവന്നു വെച്ച 10 ഭരണികളും പൂർവ്വസ്ഥിതിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതിലെനിക്ക് യാതൊരു നഷ്ടവും വരുത്തിയിട്ടില്ല. പിന്നെ ഇവിടേക്ക് കുറച്ച് സമ്പാദ്യമുണ്ടായത് ഇവിടുത്തെ ഭാഗ്യവും ഉത്സാഹവും ഉണ്ടെന്നല്ലാതെ വിചാരിപ്പാനിടയില്ല. ഇവിടേക്ക് എപ്രകാരമുണ്ടായ മുതലെല്ലാം ഇവിടുത്തെ സ്വന്തം തന്നെയാണ്. അതിനാൽ ആ ബ്രഹ്മസ്വം എനിക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. വെറുതെ ഞാൻ ബ്രഹ്മസ്വം സ്വീകരിച്ചാൽ എനിക്കുള്ള ശേഷം മുതൽ കൂടി നശിച്ചിരുന്നു. ഇങ്ങനെ ഇവർ തമ്മിൽ വളരെ വാഗ്വാദം കഴിഞ്ഞതിന് ശേഷം ചെറിയ ഭരണികൾ 10 ഭട്ടതിരിയെ ഏൽപ്പിച്ചിട്ട് അകത്തും തന്നെ കൊണ്ടുചെന്ന് വെപ്പിച്ചു.
അതിനുശേഷം ആ കച്ചവടക്കാരൻ പൂവും നീരും വെറ്റിലയും പാക്കും കൂടി തൻ്റെ സ്വന്തം ഭരണിയിൽ ഒന്ന് ഭട്ടതിരിക്ക് ദാനമായി കൊടുത്തു. അത് വാങ്ങുന്നതിനും ഭട്ടതിരി വളരെ വിസമ്മതിച്ചു. എങ്കിലും കച്ചവടക്കാരൻ്റെ നിർബന്ധം നിമിത്തം ഒടുക്കം വാങ്ങി. ആ ഭരണിയാണ് കോടൻ ഭരണി. അതിൻ്റെ വായുബലം കൂടിയിട്ടുള്ളതിനാലാണ് അതിന് ഈ പേര് സിദ്ധിച്ചത്. ദാനം ചെയ്തു കഴിഞ്ഞതിന് ശേഷം കച്ചവടക്കാരൻ, അല്ലയോ മഹാബ്രാഹ്മണ, ഈ ഭരണി കുറച്ച് കോട്ടമുള്ളതാണെങ്കിലും വളരെ ഐശ്വര്യവും വിശേഷവും ഉള്ളതാണ്. ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ദാരിദ്ര്യം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇത് മാത്രമല്ല, ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അനിതര സാധാരണമായൊരു സ്വാദുമുണ്ടായിത്തീരും. ഇത് പറഞ്ഞ് തൊഴുത് അത്യന്തം സന്തോഷത്തോടുകൂടി 9 ഭരണികളും എടുപ്പിച്ചുകൊണ്ട് കച്ചവടക്കാരൻ പോവുകയും ചെയ്തു. ഭട്ടതിരി ആ ചെറിയ ഭരണികളിൽ കോടൻ ഭരണിയിലുണ്ടായിരുന്ന ദ്രവ്യം മറ്റൊരു ഭരണിയിലാക്കി അതും നിന്റെ നിലറയിൽ സ്ഥാപിച്ചു. ആ 11 നിക്ഷേപങ്ങളും ഇന്ന് അവിടെ ഇരിക്കുക തന്നെയാണെന്നാണ് കേൾവി. പിന്നെ ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടുകയും തുടങ്ങി. ആ ഭരണിയിൽ മാങ്ങ ഉപ്പിലിട്ടാൽ എത്ര നാൾ കഴിഞ്ഞാലും മാങ്ങയുടെ പച്ച നിറം മാറുകയില്ല. അതിൻ്റെ സ്വാദ് ഇന്ന പ്രകാരമെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമെന്നല്ലാതെ പറഞ്ഞിരിക്കുക കാര്യം പ്രയാസമാണ്. അമൃതിന് തുല്യമെന്ന് പറഞ്ഞാൽ തന്നെ മതിയോ എന്ന് സംശയമാണ്. രുചിക്ഷയം നിമിത്തം ജലപാനം പോലും കഴിക്കുവാൻ പാടില്ലാതെ കിടക്കുന്നവർക്ക് ആ മാങ്ങയുടെ ഒരു കഷണം കൊടുത്താൽ അപ്പോൾ നിശ്ചയമായിട്ടും മുന്നാഴരിയുടെ ചോറുണ്ണും. അത്രയുണ്ട് അതിൻ്റെ സ്വാദ്. ഈ മാങ്ങയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ഒരു കഥ കൂടി പറയാം. കൊല്ലം 973 ആണ്ട് നാട് നീങ്ങിയ മഹാരാജാവ് തിരുമനസ് കണ്ട് രാജ്യം വാണുകൊണ്ടിരിക്കുമ്പോൾ ഒരു മർജവ കാലത്ത് ഒരു ദിവസം നമ്പൂരിമാർ അത്താഴം ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം അത്താഴത്തിന്റെ വെടിപ്പും കേമത്വവും കൊണ്ട് ഒരു നമ്പൂരി മറ്റൊരു നമ്പൂരിയോട്, എടോ, എന്താ അത്താഴം കേമം തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഇങ്ങനെ മറ്റൊഴുത്ത് നടക്കുവാൻ പ്രയാസമുണ്ട്, അങ്ങനെയല്ലേ എന്നും ചോദിച്ചു. അപ്പോൾ മറ്റേ നമ്പൂരി, അങ്ങനെ തന്നെ, സംശയമില്ല. എങ്കിലും ആ പാണ്ടമ്പറത്തെ ഉപ്പുമാങ്കിയുടെ ഓരോ കഷ്ണം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്നുകൂടി ജാതി മായേനെ എന്ന് പറഞ്ഞു. ആ ഒരു കുറവേ ഉള്ളൂ എന്നുകൂടി പറഞ്ഞു. ആ സമയം തിരുമനസ് കൊണ്ട് കോവിൽ എഴുന്നള്ളി പ്രദക്ഷിണമായി പോവുകയായിരുന്നു. നമ്പൂരിമാർ തിരുമനസിനെ കണ്ടില്ല. എങ്കിലും അവിടുന്ന് ഈ സംഭാഷണം കേൾക്കുകയും അത് പറഞ്ഞ നമ്പൂതിരി ഇന്നാരാണെന്ന് മനസ്സിലാകുകയും ചെയ്തു. അന്ന് രാത്രിയിൽ തന്നെ തിരുമനസിനെ കൊണ്ട് ഗൂഢമായ ഒരാളെ അയപ്പിച്ച് പിന്നത്തെ മുറയായപ്പോഴേക്കും കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തി. ഒരു ദിവസം അത്താഴത്തിന് പുളി വിളമ്പിച്ചു. അവിടെ മുറജപം വയ്ക്കുവാനായി മലവിധത്തിൽ ഉപ്പിലിട്ട മാങ്ങകൾ പൂളി വിളമ്പിയ കൂട്ടത്തിലാണ് ഇതും വിളമ്പിയത്. കോടൻ ഭരണിയിലെ മാങ്ങ വരുത്തിയ കഥ യാതൊരു വിധത്തും അറിഞ്ഞിരുന്നുമില്ല. എങ്കിലും മേൽപ്പറഞ്ഞ നമ്പൂരി ഈ മാങ്ങാ കഷ്ണം എടുത്ത് കഴിച്ചയുടനെ, ഓഹോ, ആ കുറവും തീർന്നു, എടാ യോഗ്യ, നീയും ഇവിടെ വന്ന് ചേർന്നോ എന്ന് പറഞ്ഞത്രേ. അപ്പോൾ അടുക്കിലിരുന്ന വേറെ നമ്പൂതിരി ഈ മാങ്ങ സാക്ഷാൽ കോടൻ ഭരണിയിലാണതേതാണെന്ന് പറഞ്ഞു. തിരുമനസ് കൊണ്ട് ആ സമയവും കോവിലിൽ എഴുന്നള്ളിയിട്ടുണ്ടായിരുന്നതിനാൽ അതും കേട്ടു. കൊട്ടാരത്തിൽ എഴുന്നള്ളിയ ഉടനെ ആ നമ്പൂരിയെ വരുത്തി. അങ്ങേപ്പോലെ സ്വാദറിഞ്ഞ് ഭക്ഷിക്കുന്നവർ ചുരുക്കമാണ്. അങ്ങനെ മറ്റും സന്തോഷപൂർവ്വം കൽപ്പിക്കുകയും നമ്പൂരിക്ക് ഒരു സമ്മാനം കൊടുത്ത് അയക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് കോടൻ ഭരണിയുടെയും അതിലെ മാങ്ങകളുടെയും വിശേഷം. ആ മാങ്ങ ഒരിക്കലും കൂട്ടിയിട്ടുള്ളവർ അതിൻ്റെ സ്വാദ് ഒരിക്കലും മറക്കുകയില്ല. ആ കോടൻ ഭരണി ആ ഇല്ലത്ത് ഇന്നും ഇരിക്കുന്നുണ്ട്. അതിലെ മാങ്ങയ്ക്കുള്ള അനന്യ സാധാരണമായ വിശേഷം ഇന്നും കണ്ടുവരുന്നുമുണ്ട്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 14 തീർന്നിരിക്കുന്നു. ഇനി 15-ാം അധ്യായമാണ്. മംഗലപ്പിള്ളി മൂത്തതും പുന്നിയിൽ പണിക്കരും.